നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വേല ഭക്തിസാന്ദ്രമായി. ചൊവ്വൂർ, മുത്തുള്ളിയാൽ തെക്കുംപാടം, ശങ്കരമംഗലം, വെങ്ങിണിശ്ശേരി, പണ്ടാരച്ചിറ, പൂത്തറയ്ക്കൽ, ചെറുവത്തേരി, ചേന്നകുളങ്ങര, അമ്മാടം, പെരുവനം എന്നീ ദേശക്കാരുടെ വേല വരവേൽപ്പും നടന്നു. ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പ്രവർത്തനങ്ങൾ, ഉൽപാദന കാർഷിക മേഖല എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തലകുലുക്കി ചെവിയും വാലുമാട്ടി തുമ്പിക്കൈ ഉയർത്തി വെള്ളം ചീറ്റി കോമ്പാറ കണ്ണൻ എന്ന യന്ത്ര ആന ഇനി മുതൽ കോമ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രമുറ്റത്തുണ്ടാകും. വാർത്തകൾ വിശദമായി. മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തിക വേല ഭക്തിസാന്ദ്രമായി. ചൊവ്വൂർ, മുത്തുള്ളിയാൽ തെക്കുംപാടം, ശങ്കരമംഗലം, വെങ്ങിണിശ്ശേരി, പണ്ടാരച്ചിറ, പൂത്തറയ്ക്കൽ, ചെറുവത്തേരി, ചേന്നകുളങ്ങര, അമ്മാടം, പെരുവനം എന്നീ ദേശക്കാരുടെ വേല വരവേൽപ്പും നടന്നു. ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പ്രവർത്തനങ്ങൾ, ഉൽപാദന കാർഷിക മേഖല എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സംസ്ഥാന സർക്കാരിലൂടെ ആ വികസനത്തിലൂടെ നമ്മുടെ പഞ്ചായത്തിന്റെ എന്തെല്ലാം വികസനമാണ് നമ്മുടെ ഗ്രാമത്തിൽ നടപ്പാക്കി പഠിച്ച വിഷയങ്ങൾ പലതും ഗ്രാമങ്ങളിൽ നടപ്പാക്കി കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ നടപ്പാക്കുന്നുണ്ടാകുന്ന വലിയ വലിയ ചർച്ചകളും സമീപനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ചർച്ചയുടെ ചർച്ചയാണ് ഗ്രാമം ഏതെല്ലാം കാര്യങ്ങളുടെ പ്രവർത്തനം എന്നുള്ള ചർച്ച ചെയ്യപ്പെടുന്നത്. കൂടാതെ ജനകീയ അസംഘ പ്രസ്ഥാനം പ്രവർത്തിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാമസഭകൾ, നമ്മുടെ എല്ലാ മേഖലയിലും ഗ്രാമസഭകൾ വിളിച്ചുകൂട്ടി ജനങ്ങളുടെ വികാരങ്ങൾ, അവരുടെ അഭിപ്രായങ്ങൾ സൂചിപ്പിച്ച് അനുകൂലമായ സാഹചര്യം നമ്മുടെ പ്രദേശത്ത് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ഗ്രാമസഭ നിർദ്ദേശങ്ങൾ പ്രദേശത്ത് ഉപയോഗിക്കുന്നത്. അപ്പൊ അതൊക്കെ മൊത്തത്തിൽ കൂട്ടി ചർച്ച ചെയ്ത് ഗ്രാമത്തിന്റെ പുതിയ മതങ്ങളിലേക്ക് എങ്ങനെ നയിക്കാൻ കഴിയും എന്നുള്ള ഒരു മാർഗരേഖയാണ് നമ്മുടെ ജനീയാസൂത്രമായി കൊണ്ടുവരുന്നത്. ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AK രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. അപ്പൊ ആ നിർദ്ദേശങ്ങളൊക്കെ നമ്മൾ പരിഗണിക്കുകയും ആ പരിഗണിക്കുക എന്ന് പറയുന്നത് ആ പരിഗണിക്കുന്നതിൽ മുൻഗണന ക്രമം നമ്മൾ നിശ്ചയിക്കണം. നമുക്കറിയാം എല്ലാ പഞ്ചായത്തുകളും ബ്ലോക്ക് പഞ്ചായത്തായാലും ജില്ലാ പഞ്ചായത്തായാലും കിട്ടിയ പദ്ധതികളുടെ മുൻഗണനാ ക്രമം നമ്മൾ നിശ്ചയിക്കുകയും ചെയ്തു. പക്ഷെ വികസന സെമിനാറിൽ അത്ര ഒരു മുൻഗണനാ ക്രമം നിശ്ചയിച്ച് തന്നില്ല, നമുക്കത് നടപ്പാക്കാൻ എളുപ്പവും. അപ്പോൾ ഒരു മുൻഗണനാ ക്രമം കിട്ടാവുന്ന രീതിയിലേക്ക് നിർബന്ധിത പദ്ധതികൾ, ഏറ്റവും അടിയന്തരമായി നടപ്പാക്കേണ്ട പദ്ധതികൾ, അങ്ങനെ ഒരു മുൻഗണനാ ക്രമം അനുസരിച്ചുള്ള ഒരു പദ്ധതി നിർദ്ദേശങ്ങൾ ഈ വികസന സെമിനാറിൽ രൂപപ്പെട്ട് വരുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ആ മുൻഗണന ലഭ്യമായി കഴിഞ്ഞാൽ ആ മുൻഗണന അനുസരിച്ച്
നമ്മൾ 4 പഞ്ചായത്തുകളുള്ളത്. 4 പഞ്ചായത്തുകളാണുള്ളത്. ആ 4 പഞ്ചായത്തുകൾക്ക് ആവശ്യമായിട്ടുള്ള വികസനക്ഷേമ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിനെ സംബന്ധിച്ച് അതാണ് ചെയ്യേണ്ടത്. കാരണം നമ്മുടെ ചുറ്റുമുള്ള മനുഷ്യർക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള വികാസത്തിന് ആവശ്യമായ പ്രവർത്തനങ്ങളാണ് ചെയ്യേണ്ടത്. ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജെറിൻ ജോസ് വികസന കരട് പദ്ധതി രേഖ അവതരിപ്പിച്ചു. അവണിശ്ശേരി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരി സി നരേന്ദ്രൻ, ചേർപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് സുജീഷ കള്ളിയത്ത്, വല്ലച്ചിറ പഞ്ചായത്ത് പ്രസിഡന്റ് എം മനോജ്, പാരളം പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ, ജില്ലാ പഞ്ചായത്ത് അംഗം VG വനജകുമാരി, ബ്ലോക്ക് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ ഹസീന അക്ബർ, ജെറി ജോസ്, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സുനിൽകുമാർ, NT സജീവൻ, സെക്രട്ടറി അബ്ദുൽ ജലാൽ എന്നിവർ സംസാരിച്ചു. തലകുലുക്കി ചെവിയും വാലും ആട്ടി തുമ്പിക്കൈ ഉയർത്തി വെള്ളം ചീറ്റി കോമ്പാറ കണ്ണൻ എന്ന യന്ത്ര ആന ഇനി മുതൽ കോമ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രമുറ്റത്തുണ്ടാകും. പീപ്പിൾ ഫോർ ദി എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് അനിമൽസ് ഇന്ത്യ എന്ന സംഘടനയും സിത്താറിസ്റ്റ് അനുഷ്ക ശങ്കറും ചേർന്നാണ് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് മെക്കാനിക്കൽ ആനയെ സമ്മാനിച്ചത്. ആനയുടെ സമർപ്പണം ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെ ഉണ്ണായി വാര്യർ കലാനിലയം സെക്രട്ടറി സതീഷ് വിമലൻ നിർവഹിച്ചു. കഴുത്തിൽ മണിയും വടവും കെട്ടി സ്വർണ്ണവർണ്ണ നെറ്റിപ്പട്ടം ചാർത്തി നിന്ന കോമ്പാറ കണ്ണനെ കാണാൻ നിരവധി പേരാണ് ക്ഷേത്രത്തിലെത്തിയത്. ക്ഷേത്രം സെക്രട്ടറി കാവനാട് രവി നമ്പൂതിരി, ഹെറിറ്റേജ് ആനിമൽ ടാസ്ക് ഫോഴ്സ് പ്രതിനിധി വെങ്കിടാചലം, ശ്രീകുട്ടി രാജയ്, അനുഷ്ക യാദവ്, ശ്രേയ മനോജ തുടങ്ങിയവർ നേതൃത്വം നൽകി. ദുബായ് ഫെസ്റ്റിവലിനുൾപ്പെടെ മെക്കാനിക്കൽ ആനകളെ നിർമ്മിച്ചു നൽകിയ ചാലക്കുടി പോർട്ട ഫോർ ഹി ആർട്സ് ക്രിയേഷൻസിലെ ശില്പികളായ P പ്രശാന്ത, KM ജിനേഷ്, MR റോബിൻ, സാന്റോ ജോസ് എന്നിവരാണ് വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന ആനയെ നിർമ്മിച്ചത്. ക്ഷേത്രത്തിലെ സ്ഥലപരിമിതിയും ആന ഏക്കം, ചമയം, മറ്റു സാമ്പത്തിക ചെലവുകളും ആന വിരണ്ടോടിയുണ്ടാകുന്ന പ്രശ്നങ്ങളും ഒഴിവാക്കാനാണ് ആന എഴുന്നള്ളിപ്പ് വേണ്ട എന്ന തീരുമാനമെടുത്തത്. കാവനാട് മനയുടെ കീഴിൽ വരുന്ന 100ഓളം വർഷം പഴക്കമുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ 2016 മുതൽ ഉത്സവത്തിന് തേരിൽ എഴുന്നള്ളിപ്പ് നടക്കുന്നതിനെ പറ്റിയുള്ള വിവരങ്ങൾ അറിഞ്ഞ പെറ്റ ഇന്ത്യ ക്ഷേത്രം അധികൃതരെ സമീപിച്ച് മെക്കാനിക്കൽ ആനയെ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു. കഴിഞ്ഞ വർഷമാണ് ആനയെ എത്തിക്കാൻ തീരുമാനമായത്. 800 കിലോഗ്രാം ഭാരമുള്ള ആനയെ റബ്ബർ, ഫൈബർ, മെറ്റൽ, മെഷ്, ഫോം ഷീറ്റ്, സ്റ്റീൽ എന്നിവ ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. 5 മോട്ടോറുകളിൽ പ്രവർത്തിക്കുന്ന കൊമ്പന് തല കുലുക്കാനും ചെവികളും കണ്ണുകളും ചലിപ്പിക്കാനും വാലാട്ടാനും തുമ്പിക്കൈ ഉയർത്താനും വെള്ളം തളിക്കാനും കഴിയും. ആളുകൾക്ക് കയറിയിരിക്കാനും പ്ലഗ് ഇൻ ചെയ്ത് പ്രവർത്തിപ്പിക്കാനും കഴിയുന്ന തരത്തിലാണ് ആനയെ നിർമ്മിച്ചിരിക്കുന്നത്. പെറ്റ ഇന്ത്യ സഹകരണത്തോടെ കേരളത്തിലെ ക്ഷേത്രങ്ങളിലേക്ക് നൽകുന്ന 5ാമത്തെയും തൃശൂർ ജില്ലയിലെ 2ാമത്തെയും യന്ത്രയാനയാണ് കോമ്പാറ കണ്ണൻ. ഇന്ന് പെറ്റ എന്ന് പറയുന്ന മൃഗസ്നേഹി സംഘടന, അന്താരാഷ്ട്ര രീതിയിൽ തലത്തിൽ പ്രവർത്തിക്കുന്ന പെറ്റ സംഘടന നമ്മുടെ ഈ ക്ഷേത്രത്തിലേക്ക് ഒരു മെക്കാനിക്കൽ ആനയെ തരികയാണ്. 2016 നമ്മളിവിടെ, അതേവരെ എല്ലാ വർഷവും ആന എഴുന്നള്ളിപ്പുള്ളത്, 2016 നമ്മൾ ആന എഴുന്നള്ളിപ്പ് ജീവനുള്ള ആന വേണ്ട എന്ന് തീരുമാനിച്ചു. അതായത് ആനയോട് വർദ്ധിച്ചു വരുന്ന ക്രൂരതയാണ് നമ്മളെ ഈ തീരുമാനത്തിലേക്ക് എത്തിച്ചത്. നമ്മുടെ സ്ഥലം അമ്പലം അല്ലെങ്കിൽ ചെറിയൊരു സ്ഥലപരിമിതി ഉള്ളതാണ്, ചുറ്റുപാടും വീടുകളുള്ളതാണ്. ഇവിടെ നമുക്ക് ഈ ആനയൊക്കെ കൈ വിട്ട് പോയി കഴിഞ്ഞാൽ നമുക്കറിയില്ല എത്രയോ ബുദ്ധിമുട്ടാണ്. ഇരിഞ്ഞാലക്കുട അമ്പലം പോലെ വലിയ വിശാലമായിട്ടുള്ള മതിൽക്കകളുള്ള സ്ഥലത്തൊക്കെ ആന എഴുന്നള്ളിക്കുന്നത് നമുക്ക് അംഗീകരിക്കാം. പക്ഷെ ചെറിയ സ്ഥലത്ത് ജനങ്ങൾ തിങ്ങിപ്പാർക്കുന്നൊരു സ്ഥലത്ത് ആനയൊക്കെ എഴുന്നള്ളിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ ആനകളെ പാലിക്കുന്നവർ അത് വേണ്ട രീതിയിലല്ല പാലിക്കുന്നത് കൊണ്ടാണ് ആന ഇപ്പോൾ കൈവിട്ട് പോകുന്നത്. ഇപ്പോൾ ഇന്നലെ കൂടി നമ്മുടെ ഇവിടെ ഒരു കുന്നംകുളത്ത് അടുത്തൊരു അമ്പലത്തിൽ ആന കടങ്ങിയിട്ട് ഒരു വാർത്ത ഇന്ന് പത്രത്തിൽ കണ്ടു. അപ്പോൾ ആനയെ വളരെ ഭീകരമായ രീതിയിലാണ് കൈകാര്യം ചെയ്യുന്നത്, മർദ്ദിക്കലും അതിനെ ഉപദ്രവിക്കലും. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് വളരെ സങ്കടം തോന്നിയിട്ടാണ് നമ്മൾ ഈ തീരുമാനത്തിലേക്ക് എത്തിയത്. കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി നാട്ടിക കുടുംബാരോഗ്യ കേന്ദ്രത്തിനു മുന്നിൽ പ്രതിഷേധ ധർണ നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. മതിയായ ജീവനക്കാരുടെ സേവനം ലഭ്യമാക്കുക, ചികിത്സ ഉറപ്പുവരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദിഖ് അധ്യക്ഷത വഹിച്ചു. മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു മുഖ്യപ്രഭാഷണം നടത്തി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു പ്രദീപ്, പഞ്ചായത്ത് മെമ്പർമാരായ CS മണികണ്ഠൻ, KR ദാസൻ, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, TV ഷൈൻ, ജീജ ശിവൻ, KV സുകുമാരൻ, മധു അന്തിക്കാട് എന്നിവർ സംസാരിച്ചു.
സാധാരണ ഫോട്ടോഗ്രാഫർ അല്ല, ഇന്ന് വൻ വൈറൽ ഫോട്ടോഗ്രാഫറാണ് ഗുരുവായൂർ പഞ്ചാരമുക്ക് സ്വദേശി ഷാൻ അഫ്രീദ്. കഴിഞ്ഞയാഴ്ച പൂവത്തൂരിൽ നടന്ന ഹബീബ് ഹന്നു ദമ്പതികളുടെ വിവാഹ ചടങ്ങിനിടെ ഷാൻ അഫ്രീദ് ചിത്രീകരിച്ച ഹബീബിന്റെ അനുജത്തിയുടെ ഡാൻസ് വീഡിയോ ഇതിനകം കണ്ടത് 10 മില്യൺ ആളുകളാണ്. ഇക്കാക്കയുടെ കല്യാണത്തിന് അനിയത്തിക്കുട്ടിയുടെ സർപ്രൈസ് ഗിഫ്റ്റ് എന്ന പേരിലാണ് സോഷ്യൽ മീഡിയയിലൂടെ വൈറൽ വീഡിയോ തരംഗമാകുന്നത്. ഹാനിയയുടെ ഡാൻസ് രംഗങ്ങൾ ചിത്രീകരിച്ചാണ് ഷാൻ അഫ്രീദ് ഇന്ന് വൈറൽ ഫോട്ടോഗ്രാഫർ എന്ന പേരിലേക്ക് എത്തുന്നത്. കഴിഞ്ഞ 6 വർഷമായി വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫറാണ് അഫ്രീദ്. ഇതിനകം തന്നെ 10 മില്യൺ ആളുകൾ ഡാൻസ് രംഗം സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു കഴിഞ്ഞു. പാവറട്ടി ഫാത്തിമ കോംപ്ലക്സിൽ കിഡ്സോ കിഡ്സ് എന്ന സ്ഥാപനം ഇതിനോടൊപ്പം ഇദ്ദേഹം നടത്തുന്നുണ്ട്. വീഡിയോ വൈറലായതോടെ അഫ്രീദിന് നിരവധി വെഡ്ഡിംഗ് അവസരങ്ങളാണ് തേടിയെത്തുന്നത്. സനീഷ് ചാവക്കാട് വീഡിയോ എഡിറ്റ് ചെയ്തത് തികച്ചും യാദൃശ്ചികമായാണെന്നും ചിത്രീകരണം നടന്നതും വീഡിയോ വൈറലായതും ഏറെ സന്തോഷമുണ്ടാക്കുന്നുവെന്നും ഷാൻ അഫ്രീദ് പറയുന്നു. അത് ആദ്യം ഞാൻ കൂട്ടുകാരനെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അവ അറിയാണ്ടിട്ട് പോയി. അവൻ ആദ്യം ഇട്ട് അവനക്ക് റീച്ചിട്ട് അതിന്റെ ശേഷം ഞാനും ഇട്ട്. അപ്പൊ എന്റെ വീഡിയോയും കയറി അവന്റെ വീഡിയോയും കയറി. പിന്നെ ഞാൻ വിചാരിച്ചിട്ടില്ല ഇത്ര എത്തുന്നത്. നമ്മളെ എഡിറ്റർ ഉണ്ട്, പിന്നെ ഒരാളും കൂടി വീഡിയോ എടുക്കാൻ ഒരാളും കൂടി ഉണ്ടായിരുന്നു. അൻസാർ എന്നാണ് പേര്, കൊലയങ്കോട്ടുള്ള ആളാണ്. പിന്നെ നമ്മളെ എഡിറ്റർ ഉണ്ട്, സനീഷ് എന്നാണ് പേര്. ആളെ എഡിറ്റിങ്ങും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മളെ ഇതിലേക്ക് നല്ല വൃത്തിയിൽ ഔട്ട് ഇറക്കാൻ പറ്റിയത്. ഒല്ലൂർ സിനായ് കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ ഭൂരഹിതർക്ക് സൗജന്യമായി നൽകുന്ന 1 ഏക്കർ സ്ഥലത്തിന്റെ ടോക്കൺ വിതരണ സമ്മേളനം ശനിയാഴ്ച നടക്കും. തൃശൂർ മേയർ MK വർഗീസ് ഉദ്ഘാടനം നിർവഹിക്കും. വൈകിട്ട് 3 മണിക്ക് ഒല്ലൂർ വ്യാപാര ഭവനിൽ വെച്ച് നടക്കുന്ന ചടങ്ങിൽ ചേലക്കര MLA UR പ്രദീപ് സ്ഥലത്തിന്റെ ടോക്കൺ വിതരണം ചെയ്യും. ജില്ലാ വ്യാപാര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റ് ജോസ് വള്ളൂർ മരത്താക്കര, സോഷ്യൽ വെൽഫെയർ സഹകരണ സംഘം പ്രസിഡന്റ് ജയ്ജു സെബാസ്റ്റ്യൻ എന്നിവർ ചടങ്ങിൽ പങ്കെടുക്കും. സീനായി കോളേജ് പൂർവ്വ വിദ്യാർത്ഥി ഭാരവാഹികൾ, സംഘടനാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ജെയ്സൺ കൂന്തലി, അജിത് ആന്റണി, ഉണ്ണികൃഷ്ണൻ മാങ്ങാട്ട്, MG പ്രദീപ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. 2024 ഓഗസ്റ്റ് 18-ാം തീയതി നമ്മൾ ഇതിൻ്റെ ഒരു പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഒരുക്കി. അതിൽ ഒരുവിധം എല്ലാ വിദ്യാർത്ഥികളും എത്തിച്ചേർന്നു. ആ കോളേജ് നടന്നിരുന്ന അതേ സ്ഥലത്ത്, അതായത് ഇപ്പോഴത്തെ ഒല്ലൂർ വ്യാപാര ഭവൻ, അവിടെ വെച്ച് തന്നെ നടത്താൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എല്ലാവരും എത്തിച്ചേർന്നു. എല്ലാ ടീച്ചർമാരും, ഈ 20 ടീച്ചർമാരും ആ സദസ്സിൽ പങ്കെടുത്തു. അതിൽ ഒരു പൂർവ്വ വിദ്യാർത്ഥി നമുക്ക് ചെയ്തൊരു ഓഫറാണ് ഇന്നത്തെ ഈ പ്രസ് മീറ്റിങ്ങിൽ നമ്മൾ ഏറ്റവും വലിയത്. കോളേജിൽ പഠിച്ചു വന്നിരുന്ന വിദ്യാർത്ഥികൾക്ക്, സ്ഥലമില്ലാത്തവർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർക്ക് വീട് വയ്ക്കാനായിട്ട് കുറച്ച് സ്ഥലം വിട്ടുതരികയും, കുറച്ച് സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ഏക്കർ സ്ഥലം വിട്ടുതരികയും, അത് ആവശ്യമുള്ളവർക്കൊക്കെ അവരുടെ പേര് പറയാതെ, കാരണം അവരെ ബുദ്ധിമുട്ടിക്കാതെ അവർക്ക് കൊടുക്കുക എന്നുള്ളൊരു വാഗ്ദാനം അന്ന് ചെയ്തു. അതിനുശേഷം നമ്മളിപ്പോൾ ഫെബ്രുവരി 8-ാം തീയതി, മാർച്ച് 25, ഫെബ്രുവരി 8-ാം തീയതി അതിൻ്റെ വിതരണം നടത്തുകയാണ്. ബസ് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ട തർക്കത്തിനിടെ യുവാവിനെ മാരകമായി അടിച്ചു പരിക്കേൽപ്പിച്ച പ്രതി അറസ്റ്റിൽ. പൂമംഗലം എടക്കുളത്തുകാരൻ സതീഷിനെ ആക്രമിച്ച കേസിലാണ് പ്രതി തമിഴ്നാട് ദിണ്ടിഗൽ സ്വദേശി 30 വയസ്സുള്ള സുന്ദരപാണ്ഡ്യനെ ഇരിങ്ങാലക്കുട പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 4-ാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം. ഇരിഞ്ഞാലക്കുട അവറാൻ പെട്രോൾ പമ്പിന് എതിർവശത്തെ സ്റ്റാർ ബെൻസ് സ്പെയർ പാർട്സ് എന്ന സ്ഥാപനത്തിന് മുന്നിൽ വെച്ചാണ് ആക്രമണം നടന്നത്. തർക്കത്തിനിടെ നീയെന്ന് വിളിച്ചതിൽ പ്രകോപിതനായാണ് സുന്ദരപാണ്ഡ്യൻ ആക്രമിച്ചതെന്ന് പോലീസ് പറയുന്നു. സതീഷിനെ തള്ളിയിട്ട പ്രതി ബ്രേക്കിന്റെ ലൈനർ ഉപയോഗിച്ച് തലയ്ക്കും മുഖത്തും അടിക്കുകയായിരുന്നു. കൈയിലെ തള്ളവിരൽ കടിച്ചു പരിക്കേൽപ്പിക്കുകയും ചെയ്തു. പ്രതിയെ പിടികൂടിയ സംഘത്തിൽ സബ് ഇൻസ്പെക്ടർമാരായ ക്ലീറ്റസ്, ദിനേശ്, പോലീസ് ഓഫീസർമാരായ സനീഷ്, രഞ്ജിത്ത്, കൃഷ്ണദാസ് എന്നിവരും ഉണ്ടായിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണ്ണം ഗ്രാമിന് 7,930 രൂപ, പവന് 63,440 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി.
ഫോൺ 9539080053. മേക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ കാർത്തികവേല ഭക്തിസാന്ദ്രമായി. ചൊവ്വൂർ, മുത്തുള്ളിയാൽ തെക്കുംപാടം, ശങ്കരമംഗലം, വെങ്ങിനിശ്ശേരി, പണ്ടാരച്ചിറ, പൂത്തറയ്ക്കൽ, ചെറുവത്തേരി, ചേന്നകുളങ്ങര, അമ്മാടം, പെരുവനം എന്നീ ദേശക്കാരുടെ വേല വരവേൽപ്പും നടന്നു. ഭിന്നശേഷി സൗഹൃദ ബ്ലോക്ക് പ്രവർത്തനങ്ങൾ, ഉൽപാദന കാർഷിക മേഖല എന്നിവയ്ക്ക് പ്രാമുഖ്യം നൽകി ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്തിൽ വികസന സെമിനാർ സംഘടിപ്പിച്ചു. CC മുകുന്ദൻ MLA സെമിനാർ ഉദ്ഘാടനം ചെയ്തു. തലകുലുക്കി ചെവിയും വാലുമാട്ടി തുമ്പിക്കൈ ഉയർത്തി വെള്ളം ചീറ്റി കോമ്പാറ കണ്ണൻ എന്ന യന്ത്ര ആന ഇനി മുതൽ കോമ്പാറ ശ്രീകൃഷ്ണ ക്ഷേത്രമുറ്റത്തുണ്ടാകും. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.